അച്ഛാ അച്ഛൻ ഇങ്ങനെ ലാപ്പിൽ കുത്തിക്കൊണ്ടിരുന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അച്ഛാ അവിടെ ഭയങ്കര ബഹളം നടക്കണച്ചാ. ഓ അവിടെ മണിക്കട്ട മകനെ അമ്മയും തമ്മില്. അതൊന്നും എനിക്കറിയാം. ഈ ട്രിപ്പിന്റെ പേരും പറഞ്ഞ തുടങ്ങിയതാണ്. ട്രിപ്പിന്റെ പേരും വഴക്കുണ്ടോ അവര്? എന്റെ പൊന്നച്ച അച്ഛൻ എന്തോ വെച്ചാൽ നോയിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അച്ഛാ ഈ വീട് അവര് തലകുത്തനെ വെക്കണതിന് ഒന്ന് വരൂ അച്ഛൻ പ്ലീസ്. പോത്ത് പോലെ വളർന്ന് രണ്ടും എന്നാലും പഴക്കടിച്ചോണ്ട് കിടക്കും. വാ ഇങ്ങോട്ട് വാ. ചെരുപ്പൊന്നും വേണ്ട, വാ നീ. മാമനൊരു കാര്യം അറിയോ? പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകണമെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് പറയുമ്പോണ്ടല്ലോ അച്ഛൻ എന്നെ വിടൂല. എന്തുകൊണ്ടാ കാര്യം എന്നറിയോ? ഈ ചേട്ടൻ എന്റെ അടുത്ത് പറയും കൂട്ടം തെറ്റിപ്പോവും, വണ്ടി കൊക്കേന്ന് വീഴും എന്നൊക്കെ. വിടുവോ ആരെങ്കിലും? പിന്നെ മാമ അത് സത്യം പറഞ്ഞാലേ മാമ, അന്ന് ഞാനും കുഞ്ഞു പ്രായമല്ലയോ? ആ കുഞ്ഞു പ്രായത്തിൽ അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട്. അതിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ? മാമനൊരു കാര്യം അറിയോ? പിള്ളേരൊക്കെ ട്രിപ്പ് പോണ ദിവസം ഉണ്ടല്ലോ ഞാൻ വീട്ടിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വിഷമം വരുമായിരുന്നു. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട് മാമ. അന്ന് എവള് വെച്ചിട്ട് പിരിവിരിപ്പായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാ ഞാൻ അച്ഛനോട് പറഞ്ഞ് ഈ ടൂറൊക്കെ ഇല്ലാതാക്കുന്നത്. മാമ എനിക്ക് ഒരു പിരിവിരിപ്പും ഇല്ലായിരുന്നു. എന്താണ് പ്രശ്നം എന്നറിയോ? എന്നെ വിഷമിപ്പിക്കാൻ കിട്ടണ ഒരവസരവും ഇങ്ങനെ പാഴാക്കൂലായിരുന്നു. അതായിരുന്നു സംഭവം. മാമ അങ്ങനൊന്നും അല്ല കാര്യം. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവളെ അത്തരം സ്കൂളിൽ നിന്ന് ടൂറിന് വിടാതിരിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അല്ല, ഞങ്ങളെ എവിടെല്ലാം സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. എവിടെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്? എവിടെ കൊണ്ടുപോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞുതരാം. സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്, സ്വിറ്റ്സർലൻഡ്, അവിടെ ഒന്നും അല്ല. തങ്കശ്ശേരി ബീച്ച്, വർക്കല ക്ലിഫ്, പിന്നെ കൊണ്ടുപോയിട്ടുണ്ട് കാഴ്ച ബംഗ്ലാവ്. ഇങ്ങനെ പോലെ ഇരിക്കുന്ന കുറെ സാധനത്തിനെ കാണിച്ചു തരാനായിട്ട്. അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളല്ല അതൊക്കെ പറഞ്ഞ് എന്തിനു വെറുതെ ആവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്റെ ബാല്യകാലത്തിലെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിച്ച മനുഷ്യൻ. എടി പെങ്ങളെ, അതെ, നിനക്ക് അങ്ങനെ അന്നത്തെ കാലത്ത് വിഷമം ഉണ്ടായെങ്കിൽ ഇന്ന് അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. എന്റെ പൊന്നളി, ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവള് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. അളി എന്ന് പറഞ്ഞ് മനസ്സിലായിക്കോട്.